ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സ്തുതി. അപ്പോൾ ഇപ്പം പുറത്തൊക്കെ നല്ല ചൂടുള്ള സമയമാണ്. അപ്പം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഷേക്കാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 10 കാഷ്യൂനട്ട് ഇതേപോലെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ രീതിയിലൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളുടെ കാഷ്യൂനട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു 10 ബദാമും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ബദാമും ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും സൈഡിലേക്കൊന്ന് മാറ്റാം. അതിനുശേഷം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 5 ഈന്തപ്പഴം, അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ്. അത് നമുക്ക് ചെറുതായിട്ട് നമുക്കൊന്ന് നുറുക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ ഞാനൊന്ന് നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് നമ്മളുടെ ഷേക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു ജ്യൂസ് ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 പഴുത്ത നേന്ത്രപ്പഴം, നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതേപോലെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഞാൻ എൻ്റെ കയ്യിൽ ചെറിയ നേന്ത്രപ്പഴം ആയതുകൊണ്ടാണ് 2 എണ്ണം എടുത്ത്. വലുതാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം, നല്ല പഴുത്ത ഒരു നേന്ത്രപ്പഴം എടുത്താൽ മതി. ഇനി നമുക്ക് രണ്ടാമത്തെ നേന്ത്രപ്പഴം ഇതേപോലെ തന്നെ അരിഞ്ഞിട്ട് കൊടുക്കാം. അരിഞ്ഞിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഈന്തപ്പഴമാണ്, അത് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അണ്ടിപ്പരിപ്പും ബദാമും കൂടെ ഉള്ള മിക്സില്ലേ, അത് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 3/4 കപ്പോളം ഉള്ള നല്ല തണുത്ത പാലാണ് ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ കാച്ചിയതിന് ശേഷം തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ്. അത് ഞാനൊരു 3/4 കപ്പ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വളരെ ഹെൽത്തി വേസാണ് ഈ ഷേക്ക് തയ്യാറാക്കുന്നത്. ഇതിലേക്ക് പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ ഹണിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മളുടെ ആവശ്യത്തിനുള്ള ഹണി നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഹണിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു തണുപ്പിന് വേണ്ടി ഒരു 2 ഐസ് ക്യൂബും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരും. അപ്പം നമ്മളുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു സെർവിങ് ഗ്ലാസ് വെച്ചു. അതിലേക്ക് നമുക്ക് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് ഇതിൻ്റെ മേളിലേക്ക് ഞാൻ ഇട്ടൊന്ന് സെർവ് ചെയ്ത് കൊടുക്കും. നമ്മുടെ ശരീരമൊക്കെ നല്ല രീതിയിൽ തണുപ്പിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഹെൽത്തി ഷേക്കാണ്. മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക, ഫീഡ്ബാക്ക് തരിക. അപ്പോൾ ഇതേപോലെ ഒരു പുതുപുത്തൻ റെസിപ്പിയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.